സഹോദരങ്ങളെ, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും നമ്മുടെ മനസ്സിന് യോജിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ലോറി മുതലാളിയായ മനാഫ്ക പോലും പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. എനിക്ക് ആ ലോറിയും കാണണ്ട, എനിക്ക് അവനെ എടുക്കുന്നതും കാണണ്ട, ഒന്നും കാണണ്ട, എനിക്ക് അവനെ അവൻ്റെ വീട്ടിൽ എത്തിച്ചാൽ മതി, മറ്റുള്ളതൊന്നും എനിക്ക് കാണാനില്ല, കരുത്തില്ല എന്നാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ മൊബൈലൊക്കെ പിടിച്ച് നമ്മൾ സെൽഫി സ്റ്റൈലിലൊക്കെ നമ്മളെ വ്യൂവേഴ്സ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിൽ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ എത്തിപ്പെടുന്നത് എന്നാണ് നമ്മൾ സംശയിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഉണർത്താം എന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഇനിയും ഇതേപോലുള്ള ദുരന്തങ്ങളും മറ്റുമൊക്കെ വരുമല്ലോ. നമ്മൾ തേനീച്ച പൊതിഞ്ഞ മാതിരി അവിടെ ചെന്ന് നമുക്ക് നമ്മുടെ ആശയത്തിനൊത്ത് എന്തൊക്കെ വിളമ്പാൻ പറ്റുമോ അതുപോലൊക്കെ വിളമ്പിയിട്ട് യൂട്യൂബ് ചാനലിട്ടിട്ട് അതിൻ്റെ വ്യൂവേഴ്സ് നമ്മളിങ്ങനെ വ്യൂവേഴ്സ് എണ്ണി നോക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളും വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊക്കെ ഒരു വേവലും പൊങ്കലുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോകളും അതിനെ കാണാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനൊന്നും നമ്മളെപ്പോലത്തവർക്കൊന്നും കഴിയില്ല. എന്നാൽ ചിലരൊക്കെ സെൽഫി സ്റ്റൈലിലൊക്കെ ഇതിൻ്റെ അടുത്തു കൂടെയൊക്കെ സംസാരിച്ച് പോകുന്നതും ഓരോന്ന് പറഞ്ഞ് പൊടിപ്പും തേങ്ങലും വെച്ച് കാര്യങ്ങളൊക്കെ വിവരിക്കുകയും ഇതാ ഞങ്ങളാണ് ലൈവിൽ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്, ആ ബോട്ടിൽ കാണുന്നത് അർജുൻ്റെ ബോഡിയാണ്, അതൊക്കെ നമ്മൾ ലൈവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നൊക്കെ വളരെ സില്ലിയായിട്ട് പറഞ്ഞു പോകുന്നത് കാണുമ്പോൾ, ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ നമുക്ക് തോന്നും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് തന്നെ എന്തൊക്കെയോ തോന്നും. എന്നാൽ ഈ വീഡിയോ ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമമോ വേദനയോ ഒന്നുമില്ല. അവർ സിമ്പിളായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തരുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ശങ്കുറപ്പ് തന്നെയാണ് അവർക്ക് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അവരുടെ സ്ഥിരം ആൾക്കാർ അതിൽ സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. കാരണം അവർ അവിടെ എത്തിപ്പെട്ട് നിങ്ങളത് എടുത്ത് എന്നുള്ള ഓരോ അഭിനന്ദനങ്ങളാണ് അവർ സൂപ്പറായിട്ടും ലൈക്കായിട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കാരണം ഈ യൂട്യൂബ് ചാനലിൻ്റെ സ്ഥിരം ആൾക്കാരായിരിക്കും അതൊക്കെ. അപ്പോൾ അവർ വീഡിയോ കാണുമ്പോൾ സൂപ്പർ ആയിക്കണം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ വക വെച്ച് കൊടുത്തത് നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയാണ്. ദുരന്തങ്ങളും വിഷമങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ആർക്കും വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ വരുമാനമാക്കാൻ തീരുമാനിച്ചാൽ ഒരു ദുരന്തം കേൾക്കുമ്പോക്കിന് നമ്മൾ കൊടയും വടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പായാണ്. അല്ലാതെ ദുരന്തത്തിൻ്റെ വിഷമം പങ്കുവെക്കാനോ അവിടുത്തെ ജനങ്ങളെ ആസ്വദിപ്പിക്കാനോ അവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനോ എന്നുമല്ല നമ്മൾ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഓടിപ്പടഞ്ഞ് അവിടെ എത്തി നമ്മുടെ ഉദ്ദേശം നിറവേറ്റുന്നു എന്ന് മാത്രം. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെക്കൊണ്ടൊന്നും ഒരിക്കലും കഴിയാത്തൊരു കാര്യം തന്നെയാണ്. കാരണം മരണവും ദുരന്തവും വിഷമങ്ങളും ഒക്കെ നമ്മുടെ പിന്നിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ച് നടക്കുന്ന നമുക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനങ്ങിപ്പോവാൻ കഴിയില്ല. എന്നാൽ കഴിയുന്ന ഓരോ കാര്യമാണ് നമ്മൾ ഈ യൂട്യൂബിൽ പലതും കാണുന്നത്. സഹോദരങ്ങൾ എങ്ങനെ കഴിയുന്നു ഇതിനൊക്കെ എന്ന് മാത്രമാണ് നമ്മളിന്ന് വീഡിയോയുടെ പറയുന്നത്. ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് വിളിച്ചു പറയും. കൂടെ നിൽക്കേണ്ടവർക്ക് കൂടെ നിൽക്കാം, വീഡിയോ കാണേണ്ടവർക്ക് വീഡിയോ കാണാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും നിങ്ങളെയൊക്കെ ഉണർത്താനും ബോധ്യപ്പെടുത്താനും വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ചാനൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കളർഫുള്ളൊന്നും ആയിരിക്കില്ല, എന്നാൽ നിങ്ങൾക്ക് കേൾക്കേണ്ടത് അറിയേണ്ടതുമായുള്ള കാര്യങ്ങൾ പലതും ഇതിൽ നിന്ന് കേൾക്കാൻ കഴിയും. ഒരു ദുരന്തവും ഒരു വിഷമവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സാമീപ്യം കൊണ്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം അതിനൊക്കെ നിയോഗിച്ച മീഡിയകൾ തന്നെ എത്രയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മളിന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നതൊക്കെ റൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.